നമസ്കാരം. എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം മരിക്കുന്ന ഏകദേശം 97-ാം വയസ്സിലാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ മാത്രമല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറും ഇവരൊക്കെ എല്ലാവരും മരിക്കുന്ന ഏകദേശം 90 വയസ്സ് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു നല്ല ക്യാരക്ടർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം 97-ാം വയസ്സിൽ മരിക്കുന്ന സമയത്തിൻ്റെ അടുത്തുവരെ അദ്ദേഹം രാവിലെ എഴുന്നേറ്റാൽ തന്നെ പ്രഭാത കൃത്യങ്ങളും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം തൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നടന്നു പോകും. ഏകദേശം ഒരു 4 കിലോമീറ്ററെങ്കിലും ഒരു ദിവസം നടന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ആ പോകുന്ന വഴിയിൽ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു, കുറേ ദൂരം നടക്കുന്നു, ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഇപ്പം ഞാൻ ഇക്കിഗായ് എന്ന പുസ്തകം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒക്കിനാവ ഐലൻഡിലെ ആളുകളെക്കുറിച്ച് പഠിച്ചപ്പോൾ കുറേ അധികം സാമ്യം ഇതുമായി എനിക്ക് തോന്നിപ്പോയി. ഇപ്പോൾ ഒഗീമി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ അധികം പഠനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒഗീമി എന്ന സ്ഥലത്തെ ആളുകളുടെ ജീവിതചര്യകൾ അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ആയുസ് കൂട്ടിയതെന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, യഥാർത്ഥത്തിൽ പഴയ കാലഘട്ടത്തിലെ ജീവിത ശൈലി ആളുകളെ ആയുസ് കൂട്ടുവാനും ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിതാവസാനം നിലനിർത്തുവാനും സാധിക്കുന്ന ഒന്നല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയക്കുഴപ്പം തോന്നും, ഇത് ഈ കാലഘട്ടത്തിൽ സാധിക്കുമോ? ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കുക, അല്ലെങ്കിൽ നേച്ചർ വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായി ഇൻവോൾവായി സംസാരിക്കുക, ഇതെല്ലാം സാധ്യമാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ സ്വയം ആയി കണ്ടെത്തേണ്ട ആവശ്യമാണ്. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. പണ്ടത്തെ ആളുകൾ ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിച്ചതിൻ്റെ രഹസ്യമുണ്ട്. അത് തന്നെയല്ലേ ഈ ഒഗീമിയിൽ അല്ലെങ്കിൽ ഒക്കിനാവയിലെ ആളുകൾ ഫോളോ ചെയ്യുന്നതെന്ന് ചോദ്യം സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു തോട്ടായിരിക്കും. പക്ഷെ ഒരു വ്യത്യാസം കാണുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കഴിക്കുന്ന ആഹാരങ്ങളിൽ ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള വിഷമുക്തമായിട്ടുള്ള ആഹാര രീതികൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഇതിലെ പല കാര്യങ്ങളും പണ്ടത്തെ കാലഘട്ടങ്ങളിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നിപ്പോയി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒഗീമിയിലെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി മാറ്റം കൊണ്ടുവന്ന, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ആരോഗ്യമെല്ലാം കൊണ്ടുവന്ന കാര്യം എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഒഗീമി എന്ന് പറയുന്ന സ്ഥലത്ത് ബുനാഗയ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും അധികം സന്തോഷപ്രദമായി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെ ചില ആളുകളുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ, അതല്ലെങ്കിൽ ഇൻ ഡെപ്ത് ആയുള്ള ഡിസ്കഷൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് വന്ന ഒരു എസൻസ് ആണ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒഗീമി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദ ഗോഡ്സ് ഓഫ് ഒക്കിനാവ എന്ന് പറയും. ഇപ്പം ഞാൻ ഈ പുസ്തകം വായിക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഒക്കിനാവ ആണെങ്കിലും ഒഗീമി ആണെങ്കിലും അവിടെ പല മത ആചാരങ്ങൾ അല്ലെങ്കിൽ പല ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമൂഹമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ മെയിൻ റിലീജിയൻ ഇൻ ഒക്കിനാവ ഈസ് നോൺ ആസ് റിക്യു ഷിൻറ്റോ എന്ന് പറയുന്നത്. ഇപ്പോൾ റിക്യു എന്ന് പറയുന്നത് ശരിക്കും ഈ ഒക്കിനാവയുടെ ഒരു പഴയ പേരാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ഈ ഷിൻറ്റോ എന്ന് പറയുന്ന വാക്ക് പാത്ത് ഓഫ് ഗോഡ്സ് എന്ന് പറയുന്നത്, ദൈവത്തിലേക്കുള്ള വഴി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ റുക്കി ഷിൻറ്റോ എന്ന് പറയുന്നത് കൺഫ്യൂഷ്യസിസത്തിൻ്റെയും താവോയിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഷിൻഡോയിസത്തിൻ്റെയും എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റിലീജിയസ് സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ ദൈവങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, ഗോഡ്സ് എന്ന് പറയാം. ഇപ്പോൾ സ്പിരിറ്റ് ഓഫ് ഹോം, സ്പിരിറ്റ് ഓഫ് ഫോറസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ട്രീസ്, സ്പിരിറ്റ് ഓഫ് മൗണ്ടെയിൻസ്, ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ദൈവങ്ങളെല്ലാം കാണുവാൻ സാധിക്കും. ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരുടെ എൻവയോൺമെൻറ്റുമായി അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി വളരെ നല്ലൊരു സൗഹൃദപരമായ ബന്ധം, എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ നാം മലകളെ ദൈവമായി ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ വായുവിനെയും എയറിനെയും വെള്ളത്തെയും കാറ്റിനെയും അഗ്നിയും എല്ലാം ദൈവമായി ആരാധിക്കുമ്പോൾ ഒരു അന്ധവിശ്വാസമായി തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫോഴ്സുമായി, പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുമായി ഒരു നല്ല ബന്ധം ഈ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമായി നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കണ്ടത്, ഈ സ്പിരിച്വൽ മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം, പരിഗണന കൊടുത്തിരുന്നു. ഇവിടെ വളരെ കൃത്യമായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. വിമൻ ആർ കൺസിഡേർഡ് സ്പിരിച്വലി സുപ്പീരിയർ ടു മെൻ എന്നാണ് പറയുന്നത്. ആത്മീയമായി സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മേധാവികളാണ് എന്നുള്ളൊരു ആശയം ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ പറയുന്നത് ഓൾഡർ ദ സ്ട്രോങ്ങർ, ഓൾഡ് ആകുന്തോറും കൂടുതൽ സ്ട്രോങ് ആകാൻ സാധിക്കുക എന്നുള്ള ആശയമാണ് ഇവർ പറയുന്നത്. ദ ഗ്രാൻഡ് എസെൻഷ്യൽ ടു ഹാപ്പിനെസ് ഇൻ ദിസ് ലൈഫ് ആർ സംതിങ് ടു ഡു, സംതിങ് ടു ലവ് ആൻഡ് സംതിങ് ടു ഹോപ്പ് ഫോർ. എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും സ്നേഹിക്കുക, എന്തെങ്കിലും പ്രതീക്ഷിക്കുക, ഇല്ലേ? എപ്പോഴും എന്തെങ്കിലും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക.
സ്നേഹിക്കുക, നല്ലൊരു പോസിറ്റീവ് വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഹോപ്പ്, പ്രതീക്ഷ, സംതിങ് ടു ഹോപ്പ്, ജീവിക്കാനൊരു പ്രതീക്ഷ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഇവിടെ ഒരു ഷുക്കു വാസ എന്ന ജ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വെജിറ്റബിൾ ജ്യൂസ് ഇവിടെ കോമൺ ആയിട്ട് ഇവർ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുകൾ ഇവിടുത്തെ ഹോട്ടൽ പോലെയുള്ള ഭക്ഷ്യശാലയിൽ പോകുമ്പോൾ 3 ഐറ്റംസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ലോക്കൽ വെജിറ്റബിൾസ്, ഗ്രീൻ ടീ ആൻഡ് ഷുക്കു വാസ ജ്യൂസ്. ഈ 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും അവർ കഴിക്കുകയും അതാണ് ഇവർക്ക് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു 3-4 ഇൻ്റർവ്യൂയുടെ എസൻസ് ആണ് പറയാൻ പോകുന്നത്. ഈ 3-4 ഇൻ്റർവ്യൂവിൽ ഏറ്റവും അധികം ജീവിച്ചിരുന്ന ആളുകളിൽ കോമൺ ആയി കണ്ട ചില കാര്യങ്ങൾ സീക്രട്ടുകൾ സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. ദ സീക്രട്സ് ഓഫ് സൂപ്പർ സെന്റിനേറിയൻസ് അല്ലെങ്കിൽ സെന്റിനേറിയൻസിൻ്റെ ഒരു സീക്രട്സ് ആണ്. ഒന്നാമത്തതാണ് ഡോണ്ട് വറി. അവർ നാളെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ച മിസ്റ്റേക്കുകളെ കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നില്ല. ഇന്ന് എങ്ങനെ സന്തോഷമാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ വിഭാഗം ആളുകൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. വെറുതെ സ്ട്രെസ് അടിച്ചുകൊണ്ട്, ടെൻഷൻ അടിച്ചുകൊണ്ട്, നാളെ എന്താകുമെന്ന് ആലോചിച്ച് ഇല്ലാത്ത കാര്യങ്ങളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരല്ല ഇവർ. ഇവർക്ക് വറി എന്ന് പറയുന്നത് ഇല്ല. അവർ വളരെ സന്തോഷത്തോടെയാണ് ദൈനംദിനം, ഡെയിലി, പ്രസൻറ്റ്, ലിവ് ഇൻ ദ മൊമെൻറ്റിലാണ് ജീവിച്ചത്. ഇനി രണ്ടാമത്താണ് കൾട്ടിവേറ്റിംഗ് ഗുഡ് ഹാബിറ്റ്സ്. നല്ല ചില ശീലങ്ങൾ ഇവർക്ക് അസറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. അത് ചെറുപ്പം മുതലേ ഇവർ തുടരുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഗുർബാവു എന്ന് പറയുന്നൊരു വാക്ക്, പെർസിവിയർ എന്ന വാക്കാണ് അവർ ആദ്യം തന്നെ പറയുന്നത്. അതുപോലെ കുറേ നല്ല അധികം ഹാബിറ്റുകളുണ്ട്. ഒന്നാമത്തെ ഹാബിറ്റാണ് വേക്കിംഗ് അപ്പ് ഏർലി, നേരത്തെ എഴുന്നേൽക്കുക. ഒരു 6 മണിക്കെങ്കിലും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കുക എന്നുള്ള ശീലം ഇവർക്കുണ്ടായിരുന്നു. ദെൻ വെജിറ്റബിൾസ് അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരാൾ പറയുന്നുണ്ട്, ഐ പ്ലാൻ മൈ ഓൺ വെജിറ്റബിൾസ് ആൻഡ് കുക്ക് ദം മൈസെൽഫ്, ദാറ്റ്സ് മൈ ഇക്കിഗായ്. ഇവിടെ എല്ലാ ആളുകളും ഒരു വെജിറ്റബിൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യും, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ശീലം ഇവർക്കുണ്ടായിരുന്നു നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പറയുന്നതാണ്, ഐ ഈറ്റ് ബിറ്റ് ഓഫ് എവറിത്തിങ്, ഐ തിങ്ക് ദാറ്റ് സീക്രട്ട്, ഐ ലൈക്ക് വെറൈറ്റി ഇൻ വാട്ട് ഐ ഈറ്റ്, ഐ തിങ്ക് ഇറ്റ് ടേസ്റ്റ് ബെറ്റർ. ഇവിടെ 80% സീക്രട്ട് എന്നുള്ള ആശയം എന്ന് പറഞ്ഞിരുന്നു. 80% വെജിറ്റബിൾസ് കഴിക്കുന്ന, അല്ലെങ്കിൽ 80% മാത്രം വയറ് നിറയ്ക്കുന്ന ഒരു ആശയം ഞാൻ പറഞ്ഞിരുന്നു. ഇതും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ദെൻ വെൻ ഐ വേക്ക് അപ്പ് ഐ ഗോ ടു ദ ബസ്റ്റാർഡിൻ ആൻഡ് ലൈക്ക് ഇൻസെൻസ്, യു ഹാവ് ടു കീപ് യുവർ ആൻസിസ്റ്റേഴ്സ് ഇൻ മൈൻഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കണ്ട കാര്യമാണ്. അവരുടെ പഴയകാല തലമുറയിലെ പൂർവ്വ പിതാക്കന്മാരെയും മാതാപിതാക്കന്മാരെയും എല്ലാം ഓർക്കുകയും അവരെ ധ്യാനിച്ചുകൊണ്ടാണ് പലരും തങ്ങളുടെ അന്നത്തെ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എത്ര പേരെ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് ഈ താമസിക്കുന്ന, ഇന്ന് അനുഭവിക്കുന്ന സുഖത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള, എൻ്റെ തന്നെ എക്സിസ്റ്റൻസിൻ്റെ കാരണമായിട്ടുള്ള ഗുരുഭൂതന്മാരും മാതാപിതാക്കളെയും എല്ലാം സ്മരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നർച്ചർ യുവർ ഫ്രണ്ട്ഷിപ്പ് എവരി ഡേ. സൗഹൃദങ്ങൾ എത്രയും നന്നാക്കാനായിട്ട് സാധിക്കുന്നു അത്രയും അവർ ചെയ്യുന്നവരായിരുന്നു. എവിടെയെല്ലാം സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം സൗഹൃദം ഉണ്ടാക്കുന്നവരായിരുന്നു. ഇവിടെ പറയുന്നത് ചാറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ടീ വിത്ത് മൈ നെയ്ബേഴ്സ്, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഇൻ ലൈഫ് ആൻഡ് സിംഗിങ് ടുഗദർ. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടും അയൽവക്കക്കാരുമായിട്ടും ഇപ്പോൾ കാർഷിക കമ്മ്യൂണിറ്റിയും എല്ലാമായിട്ട് കൂട്ടുകൂടുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരുന്നു ഇവർ. വേറെ പറയുക, ഐ വേക്കപ്പ് അറ്റ് 5 എവറി മോർണിംഗ്, ലീവ് ദ ഹൗസ് ആൻഡ് വാക്ക് ടു ദ സീ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേച്ചറിലേക്ക് വാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു നല്ല ഹാബിറ്റ് അവർക്കുണ്ടായിരുന്നു. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ലീവ് ആൻ അൺഹറീഡ് ലൈഫ്. ആദ്യം പറഞ്ഞത് ഞാൻ ഡോണ്ട് വറി എന്ന് പറയുന്നത്, അതുപോലെ അൺഹറീഡ് ആയിട്ടുള്ള ലൈഫ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മൈ സീക്രട്ട് ടു എ ലോങ് ലൈഫ് ഈസ് ഓൾവേസ് സെയിങ് ടു മൈസെൽഫ് സ്ലോ ഡൗൺ ആൻഡ് റിലാക്സ്. വെറുതെ അനാവശ്യമായ തിരക്ക് കൂട്ടുന്നില്ല, ഇപ്പോൾ ചെയ്യണം എന്നുള്ളൊരു വെപ്രാളം ഒന്നുമില്ല. സ്ലോ ഡൗൺ, യു ലിവ് മച്ച് ലോങ്ങർ ഇഫ് യു ആർ നോട്ട് ഇൻ എ ഹറി എന്ന് പറയുന്നത്. വെറുതെ വെപ്രാളം കൂട്ടാതെ, വെറുതെ തിരക്ക് കൂട്ടാതെ, വെറുതെ ആശങ്കയും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കാതെ എങ്ങനെ ഒരു ഹറി അല്ലാതെ സമാധാനത്തോടും സാവധാനത്തോടും ജീവിക്കാൻ കഴിയുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അഞ്ചാമത്തെ കാര്യമാണ് ബി ഓപ്റ്റിമിസ്റ്റിക്. വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരുന്നു ഇവർ. ബി എവറി ഡേ ഐ സേ ടു മൈസെൽഫ് ടുഡേ വിൽ ബി ഫുൾ ഓഫ് ഹെൽത്ത് ആൻഡ് എനർജി, ലിവ് ഇറ്റ് ടു ദ ഫുള്ളസ്റ്റ്. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാകുമെന്നുള്ള ആശയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തതായിരുന്നു ഇവർ. അത് പറയുന്നുണ്ട്, ലാഫ്റ്റർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഐ ലാഫ് വെയർ എവർ ഐ ഗോ. എവിടെയെല്ലാം ചിരിക്കാൻ സാധിക്കുന്നുവോ അല്ലെങ്കിൽ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഞാൻ ചിരിക്കുമെന്നാണ് ഇതിലൊരാൾ പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഒഗീമി ഇൻ ലൈഫ് ഈസ് ടു കീപ് സ്മൈലിംഗ്. എപ്പോഴും ചിരിക്കാനായിട്ട് സാധിക്കുക.
മറ്റൊരു കാര്യം, ഐ ഡു വോളണ്ടിയർ വർക്ക് ടു ഗീവ് ബാക്ക് ടു വില്ലേജ്. ഇനി കഴിയുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വോളണ്ടിയറായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആക്ടിവിറ്റികളിൽ പങ്കാളികളാവും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പ്രധാനപ്പെട്ട 5 പോസിറ്റീവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ പുസ്തകത്തിൽ മൊത്തമായി പറയുന്ന ഈ ഒഗീമി എന്നുള്ള ഒക്കിനാവ ഐലൻഡിലെ ആളുകളുടെ കാര്യങ്ങളൊരു ചുരുങ്ങിയ രീതിയിൽ ഒന്നുകൂടി ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, 100% ഓഫ് ദ പീപ്പിൾ വി ഇൻ്റർവ്യൂഡ് കീപ് വെജിറ്റബിൾ ഗാർഡൻ. ഷിക്കുവാസ് എന്ന് പറഞ്ഞ പാനീയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ 100% ആളുകളും ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരുന്നു. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹോം ഗാർഡൻസ് ഉള്ളവരായിരുന്നു ഇവർ. ഇത് സാധിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവർക്കും ഒന്നും സാധിക്കുമെന്ന് നിർബന്ധമില്ല, പക്ഷേ അങ്ങനെയുള്ളവരായിരുന്നു ഇവരെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ്, ഓൾ ബിലോങ് ടു സം ഫോം ഓർ നൈബർഹുഡ് അസോസിയേഷൻ. ഈ അയൽവക്കക്കാരുമായി അല്ലെങ്കിൽ നെയ്ബേഴ്സുമായിട്ട് നല്ല ബന്ധം പുലർത്തിയവരായിരുന്നു ഇവരെല്ലാവരും. ദേ സെലിബ്രേറ്റ് ഓൾ ദ ടൈം. എപ്പോഴൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നു ആ സമയങ്ങളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരിക്കലും മറന്നിട്ടില്ല. വിത്ത് എ ലിറ്റിൽ തിങ്സ്, മ്യൂസിക്, സോങ്, ഡാൻസ്. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിരുന്നു. ദേ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഇൻ ലൈഫ് or several. They have an ikigai. They don't take it too seriously. They are relaxed and enjoy all the day. ഒന്നല്ലെങ്കിൽ പല ഇക്കിഗായ് ഉള്ളവരായിരുന്നു അവർ. എന്ന് വെച്ചാൽ അവർ ജീവിതത്തെ അതിനുവേണ്ടി ഹോമിക്കാനും തയ്യാറല്ല, റിലാക്സ് ചെയ്തുകൊണ്ട് തന്നെ തങ്ങൾ ഇക്കിഗായിയെ ഫോളോ ചെയ്യുന്നവരായിരുന്നു അവർ. ദേ ആർ പ്രൗഡ് ഓഫ് ദ ട്രഡീഷൻസ്. അവരുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും എല്ലാം വളരെയധികം സ്നേഹിക്കുകയും അതിൽ ധാരാളം പ്രൗഡായിട്ട് അവർ കാണുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നവർ. They are passionate about everything they do, however insignificant it might seem. ഏറ്റവും ചെറിയ കാര്യങ്ങളും ഏറ്റവും പാഷനേറ്റായി ഫുൾ എനർജി ഇട്ടുകൊണ്ട് സന്തോഷത്തോടെ ചെയ്യാനുള്ളൊരു മനോഭാവം ഇവർക്കുണ്ടായിരുന്നു. ലോക്കൽസ് ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് യുയിമാരി എന്ന് പറയും. യുയിമാരി എന്ന് പറയുമ്പോൾ ആളുകൾ തമ്മിലുള്ള കണക്ഷനെയാണ് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെയാണ് പറയുന്നത്. ആ ഒരു കണക്ഷൻ പരസ്പരം സഹായിക്കുക. ഇപ്പോൾ ഫങ്ഷൻസ് നടക്കുമ്പോൾ ഒരുമിച്ച് വരിക, കൃഷി ചെയ്യുമ്പോൾ വിത്ത് പരസ്പരം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പല ജോലികളിൽ ടാസ്കുകളിൽ ബന്ധപ്പെടുക, ഫെസ്റ്റിവലുകളിൽ ഒരുമിച്ച് കൂടിച്ചേരുക. ഇങ്ങനെ ഒരുമിപ്പിക്കുന്ന ഏത് സാഹചര്യവും അവർ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന ഒരു നല്ല മനോഭാവം ഇവർക്കുണ്ടായിരുന്നു. ദേ ആർ ഓൾവേസ് ബിസി ബട്ട് ഒക്യുപ്പൈ ദംസെൽസ് വിത്ത് ടാസ്ക് ദാറ്റ് അലോ ദം ടു റിലാക്സ്. ഇവരെപ്പോഴും ബിസിയാണ്, എപ്പോഴും ഒക്യുപ്പൈഡ് ആണ്, പക്ഷേ റിലാക്സ്ഡുമാണ്. ഈ ഒരു എസൻസ് ജീവിതത്തിൽ തീർച്ചയായും നാം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം ലോകപ്രശസ്തമാകാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സംതൃപ്തിയും ആരോഗ്യവും ഒപ്പം തന്നെ ഹൈ പെർഫോമൻസുമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തുക. ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഇക്കിഗായ് ഹാബിറ്റ്സിലൂടെ ഈ ജീവിതം വലിയ അർത്ഥമുള്ളതാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.